ഇത് ഓടിക്കണം എന്ന് പറഞ്ഞാൽ ഇത് നീ ഓടിച്ചു പിടിച്ച ആൾട്ടോ പോലെയല്ല, ഓട്ടോമാറ്റിക് ആണ്, ഗിയർ ഇല്ല. എനിക്കറിയാം, എനിക്കും ഡ്രൈവിംഗ് ലൈസൻസ് ഒക്കെ ഉള്ളത് തന്നെയാ. സത്യത്തിൽ എനിക്ക് ഈ കാറ് നിനക്ക് തരണം ഒരു ആഗ്രഹമില്ല. പക്ഷെ നീ നാട്ടുകാരോടും വീട്ടുകാരോടും ഒക്കെ പറഞ്ഞു നടക്കല്ലേ എനിക്ക് ലൈസൻസ് കിട്ടി, ഇതുവരെ ഓടിക്കാൻ തന്നില്ല, അതുകൊണ്ട് മാത്രമാണ്. ശരിയല്ലേ പറഞ്ഞത്? ലൈസൻസ് കിട്ടിയിട്ട് ഒരു വർഷം ആവാറായി, ഇതുവരെ ഈ കാർ ഓടിക്കാൻ പറ്റിയിട്ടില്ല. വേറൊരു കാർ വാങ്ങി തരാന്ന് വിചാരിച്ച കയ്യിൽ പൈസ ഇല്ല. എന്റെ 1 2 3 4 5 6 ഒക്കെ എവിടെ? ഈ മാറ്റണ ഗിയറാണോ മാഡം ഉദ്ദേശിച്ചത്? ആ അതന്നെ. ഇടത് കാല് കൊണ്ട് ചവിട്ടി വലത് കൈ കൊണ്ട് മുകളിലേക്ക്, പിന്നെ വീണ്ടും ചവിട്ടി താഴേക്ക്. അങ്ങനെയാണ് ഞങ്ങളെ ആശാൻ പഠിപ്പിച്ചിരിക്കുന്നത്. ഇതാണ് നിന്നോട് ഞാൻ ആദ്യം മുതലേ പറയുന്നത്, നീ ഓടിച്ചു പഠിച്ച ആൾട്ടോ അല്ല ഇതെന്ന്. ഓ, കൊറേയൊക്കെ എനിക്കറിയാം, ഞാൻ ഓടിച്ചോളാം. ഹലോ ഹലോ, രമേശ് ചേട്ടൻ വരുന്നതിന് മുമ്പ് ഇതൊക്കെ ഒന്ന് നോക്കി വെക്കാം. ആടാ ഫ്ലൈറ്റ് ലേറ്റ് ആയോ? മൂന്നാർക്കോ? ഓ, ഇതിങ്ങനെയൊക്കെ സെറ്റ് ചെയ്യാലേ. 6 എന്തായിരിക്കും? 6 രമേശ്, ഡി ധന്യ. അപ്പൊ എന്നോ? എടാ നീ ഒരു കാർ റെന്റിന് എടുക്ക്. അവളിതൊരു വിട്ടില്ലേ? ആ, അമ്മയുടെ പേരായിരിക്കും, നളിനി. എടാ റെന്റ് ഞാൻ കൊടുത്തോളാം. എടാ എനിക്ക് വേറെ സ്ഥലത്തേക്ക് പോവാനുള്ളത്, എനിക്ക് കാർ ആവശ്യമുണ്ട്, അതുകൊണ്ടാണ്. അപ്പൊ എന്താണ് ഈ പിയും എസും? ശരി. ഡി ധന്യ, നളിനി. രമേശ് ചേട്ടൻ വരുമ്പോ അറിയാലോ ആരെയാണ് ഏറ്റവും ഇഷ്ടം. പണ്ട് ഡോക്ടർ മനോരഞ്ജൻ എഴുതിയതിന് ഡോക്ടർ മണകൊണാഞ്ചൻ എന്ന് വായിച്ചവനാണ് അവൻ. അവന് കാറ് വേണത്ര, കാറ്. ഓ, R for രമേശ്. സെൽഫിഷ്, സ്വന്തം കാര്യം മാത്രം. ഓ, എന്നിൽ കിട്ടോ ഓരോ അമ്മ സ്നേഹം. എനിക്കറിയായിരുന്നു രമേശ് ചേട്ടൻ ഡീലേ ഇടൂന്ന്. ഈ പുറത്തേക്കുള്ള കാട്ടിക്കൂട്ടലേ ഉള്ളൂ. ലോലനാണ്, ലോലൻ. എന്നെ നോക്കിയിരിക്കാതെ ഇത് എന്താ ചെയ്യണേ നോക്ക്. എനിക്കിത് ഓടിക്കാനൊക്കെ മനസ്സിലായി. ആരാണ് ഈ എസ്? ഓ, ഇനി അത് മാത്രമേ പഠിക്കാനുള്ളൂ, ബാക്കി എല്ലാം പഠിച്ചു കഴിഞ്ഞു. ഇനി ഞാൻ ഓടിക്കാം. ഓടിക്കണതൊക്കെ കൊള്ളാം, ഒക്കെ കണ്ടു പഠിച്ചതല്ലേ. സൂക്ഷിച്ചു ഓടിക്കണം കേട്ടാ. രമേശ് ചേട്ടൻ കണ്ടോ, ഇത് തന്നെ എന്റെ സ്നേഹം പ്രകടിപ്പിക്കാൻ പറ്റിയ സമയം. നോക്കിയിരിക്കണേ. ഞാൻ ഏറ്റവും രമേശ് ചേട്ടൻ മുന്നിലേക്ക് നോക്കിയിരുന്നു. എനിക്ക് 6 ഇഷ്ടം. 6? ഇപ്പൊ എന്റെ സ്നേഹം മനസ്സിലായല്ലോ. സത്യം പറ രമേശ് ചേട്ടാ, പിയും എന്നും 6 എനിക്ക് മനസ്സിലായി. ആരാണ് ഈ എസ്? അയ്യോ.